ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ മാത്സ് സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാം എന്നതാണ്. ആദ്യത്തെ കാര്യം ഇക്വേഷൻസ് എപ്പോഴും നിർബന്ധമാണ്. ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസ് വരും. അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ മെൻസറേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ പാരലലോഗ്രാമിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സ്ഫിയർ വോളിയം കണ്ടുപിടിക്കാനൊക്കെ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് പഠിക്കണം? ഇക്വേഷൻസ് പഠിക്കണം. അത് ബൈ ഹാർട്ടാക്കി പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് പഠിക്കുക. പലപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലൊന്നും ചില സമയത്ത് അത് ഓർത്ത് വെക്കാൻ പറ്റില്ല. അതിനേക്കാൾ എളുപ്പം ഇപ്പോൾ വോളിയം പോലൊരു ക്വസ്റ്റ്യനാണ്, വോളിയം ഓഫ് സ്ഫിയർ ആണെങ്കിൽ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് പഠിക്കും. ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലാതെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും എളുപ്പം. അപ്ലൈ ഇറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഉണ്ടല്ലോ കുറേയും കൂടി ഈ ബൈ ഹാർട്ട് പഠിക്കുന്ന മറ്റൊരു രീതിയാണത്. കാരണം മനസ്സിലേക്ക് ഇക്വേഷൻസ് വരാൻ അതാണ് എളുപ്പം. നേരെ മറിച്ച് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് ആലോചിച്ച് നിൽക്കേണ്ടി വരും, മറന്നു പോയാൽ. ബൈ ഹാർട്ട് പഠിക്കുന്നവരുണ്ട്, പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വോളിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വോളിയം ഇങ്ങനെ കണ്ടുപിടിക്കാം, L/B/H അല്ലെങ്കിൽ A³ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്റ്റാങ്കിൾ കാണുമ്പോഴോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴോ നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് പഠിക്കലാണ്. എന്താണ് കോൺസെപ്റ്റ്? ഇപ്പോൾ ഇൻഡിജേഴ്സ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ എന്താണ്, ഇറാഷണൽ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ ഇൻഡിജേഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്താണ്, അത് ടെർമിനോളജിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടെർമിനോളജി നമ്മൾ അറിയണം. ഇത് കുറേയും കൂടെ ബേസിക് കാര്യമാണെങ്കിലും പലർക്കും മിസ്സാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇൻഡിജേഴ്സ് എന്താണെന്ന് അറിയില്ല, സീറോ ഏതിലാണെന്ന് അറിയില്ല, ഹോൾ നമ്പേഴ്സ് ഏതാണെന്ന് അറിയില്ല, നാച്ചുറൽ നമ്പേഴ്സ് അറിയില്ല. അത് പഠിക്കുക തന്നെ വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 3 റിപ്പീറ്റഡ് സോൾവിങ്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ടൈപ്പ് ചോദ്യം, അത് നമ്മൾ ഒരു തവണ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റെപ്പൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവസാനം ഉത്തരം കിട്ടി. ഒരു 20 മിനിറ്റ് എടുത്തു ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ. രണ്ട് പേരുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു, പിന്നെ സെല്ലിംഗ് പ്രൈസ് നോക്കി, ഡിസ്കൗണ്ട് നോക്കി, മാർക്കറ്റ് പ്രൈസ് നോക്കി, അങ്ങനെ 1, 2, 3 പാരാമീറ്റർ കണ്ടുപിടിച്ച് അവസാനം ഉത്തരത്തിലെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളൊരു 20 മിനിറ്റ് എടുത്തു എന്ന് വിചാരിച്ചു. ആദ്യത്തെ തവണ സോൾവ് ചെയ്ത് നമ്മുടെ ഒരു പേപ്പറിൽ എഴുതി കയ്യിൽ വെച്ചത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേ ചോദ്യം വന്നാൽ പോലും ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതേ ചോദ്യം ഒരു 10 തവണ വായിച്ച് നോക്കുകയും ഈ ഒരു 20 തവണ സോൾവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? എല്ലാം ഫെമിലിയർ ആവും, സ്റ്റെപ്പ് ഫെമിലിയർ ആവും. അതുപോലെ തന്നെ ഈ പറയുന്ന MP മാർക്കറ്റ് പ്രൈസ് എന്താ, സെല്ലിംഗ് പ്രൈസ് എന്താ എന്നൊക്കെയുള്ളത് ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാളും ടേംസ് ഫെമിലിയർ ആവും. സെല്ലിംഗ് പ്രൈസിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെ ഫെമിലിയർ ആവും. കാരണം എന്താ, നമ്മൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. 20 തവണയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 25 തവണയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേയും കൂടെ സിമ്പിളായില്ലേ? അപ്പോൾ ഈ ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും എഴുതാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫെമിലിയറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ടേംസ് ഫെമിലിയറൈസ് ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സോൾവ് ചെയ്യുന്നതിനേക്കാളും പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കാര്യങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ നമ്മൾ ഏതാണോ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവും എന്നുള്ളത് യാതൊരു കാര്യത്തിലും സംശയമില്ല. കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണോ അത് തന്നെ. ഇപ്പോൾ കൂടുതൽ പഠിക്കുന്നത്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ പഠിക്കുന്നതെങ്കിൽ അതിലെന്തായാലും മാർക്ക് ഉണ്ടാവും. കാരണം എന്താ, നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഹിസ്റ്ററി പഠിക്കും. കാരണം എന്താ, നമ്മുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ അതാണ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്പർ ഓഫ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്താണോ വായിക്കുന്നത് അതിലൊരു എക്സലൻസ് എപ്പോഴും ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് മാത്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് എന്ത് ചെയ്യുന്നറിയോ? നമ്മളിപ്പോൾ റേഷ്യോ എടുത്തു, അതിൽ 50 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. പെർസെൻറ്റേജ് എടുത്തു, 50 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്ത് ചാപ്റ്റർ വൈസ് സോൾവ് ചെയ്തു എന്ന് വെച്ചോ. പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ റേഷ്യോയും പെർസെൻറ്റേജൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ മാറി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങളിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 2018 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, 19 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചോ. അതിൽ 20 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പല സെക്ഷനിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇത് ഒരു മിനിമം വർക്ക് ഇങ്ങനെ ചാപ്റ്റർ വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വിവിധ തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൽ നമുക്കെന്ത് മനസ്സിലാവും? നമുക്ക് 20ൽ എത്ര കിട്ടുമെന്ന് മനസ്സിലാവും.
വീക്കർ സെക്ഷൻ എന്താണെന്ന് മനസ്സിലാവും, വീക്കർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണെന്ന് മനസ്സിലാവും. അതുമാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് പറ്റും, റേഷ്യോയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ RS അഗർവാളിൻ്റെ പുസ്തകം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 600 ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ 500 ചോദ്യം ഉണ്ടാവും ഇതേ ടോപ്പിക്കിൽ. വേറെ ഏതെങ്കിലും ഗൈഡ് എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക്കിൽ ചിലപ്പോൾ 90 ചോദ്യം ഉണ്ടാവും. ഈ 90 ചോദ്യവും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു മിഡിൽ വേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു മിഡിൽ വേ. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ്, ഒരു 10 ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും അവസാനത്തെ കാര്യം റാൻഡം ആയിട്ടുള്ള റിവിഷൻ. ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജിൽ ഒരു സിമ്പിൾ ചോദ്യം ചെയ്തു, പിന്നെ മിഡിൽ ഒരു മിഡ് വേ ചോദ്യം ചെയ്തു, മൂന്നാമത്തേത് ടഫായി ചോദ്യം ചെയ്തു. ഇതേപോലെ ഓർത്ത് വെച്ച് ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒരു തവണ പെർസെൻറ്റേജിൽ ചോദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്തത് റേഷ്യോയിൽ ചോദ്യം ചെയ്യുക, പിന്നെ ഒരു പസിൽ സോൾവ് ചെയ്യുക. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ പസിലൊക്കെ ചോദിക്കുന്നുണ്ട്, KASനൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്ക് പ്യുവർ മാത്സിൽ ഈ റീസണിങ് അല്ലാണ്ട് പ്യുവർ മാത്സ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ റീസണിങ് മാത്സ് അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേയും കൂടി അലേർട്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, റേഷ്യോ തുടങ്ങി, റേഷ്യോൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെന്ത് തന്നെ വരുള്ളൂ, അടുത്ത 60 ചോദ്യത്തിലും റേഷ്യോ തന്നെ വരുള്ളൂ. അപ്പോൾ 30ാമത്തെ ചോദ്യമൊക്കെ എത്തുമ്പോൾ നമ്മൾ നോക്കി ചെയ്ത്, അപ്പോൾ അതിനൊരു ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, അലേർട്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തായാലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കൊരു തുടങ്ങാനുള്ള മടിയാണ് എപ്പോഴും കൂടുതൽ. എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ എല്ലാ പ്രാവശ്യവും മുഴുവൻ പഠിത്തം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ മുഴുവൻ പഠിത്തം പോസിബിൾ അല്ലാത്ത സമയത്ത് കുറേ കൂടെ ടാക്റ്റിക്കലി നമ്മൾ ചിന്തിക്കണം. പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. കാരണം മുഴുവൻ എന്തായാലും ചോദിക്കില്ല. ഇപ്പം 50 ചോദ്യം പഠിച്ചു 50 ചോദ്യം ചോദിക്കില്ലല്ലോ. അപ്പോൾ 20 ചോദ്യമല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള പഠിച്ചാൽ പോരെ. പിന്നെ സ്റ്റക്കായി പോകരുത്. കാരണം നമ്മൾ കോൺസെപ്റ്റെല്ലാം അറിയാമെന്ന് പറഞ്ഞാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കാവാതെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ വരണം. അതിനെന്ത് വേണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ വേണം. ഒരു ചോദ്യം 30 തവണ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ വീക്കാണെങ്കിൽ, ആ സബ്ജക്റ്റിൽ വീക്കാണെങ്കിൽ ഒരു ചോദ്യം 30 തവണ ചെയ്താലും എന്താണ്, അത് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചില ടോപ്പിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ 30 തവണ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതാണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.